ജന്മങ്ങളെ നമ്മള് ആചാര്യൻ എന്ന് വിളിക്കും. ആചാര്യൻ രണ്ടേ രണ്ട് കർത്തവ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആചിനോതി ശാസ്ത്രാർത്ഥാൻ ആചാരെ സ്ഥാപയത്യവി സ്വയം ച ആചരതേ യസ്മാത് തസ്മാത് ആചാര്യം ഉച്യതേ. അവസാനത്തെ വരി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്വയം ച ആചരതേ യസ്മാത്, ആരാണോ ജീവിതത്തിൽ ആചരിച്ച് പ്രചരിപ്പിക്കുന്നത് അവരെയാണ് ആചാര്യൻ എന്ന് പറയാം. വലിയ കർത്തവ്യം. കുടുംബത്തിലെ അച്ഛനമ്മമാർ മുഴുവൻ ആചാര്യന്മാരായി മാറേണ്ട സമയത്ത്. കാരണം കുട്ടികൾക്ക് ഇഷ്ടം അനുസരിക്കാനല്ല, കുട്ടികൾക്ക് ഇഷ്ടം അനുകരിക്കാനാണ്. ദയവ് ചെയ്ത് ഒരു കുട്ടിയോട് സന്ധ്യയ്ക്ക് നമ്മൾ നാമജപിക്കാൻ പറയരുത്. ഒരു കുട്ടിയോട് പറയരുത്. എന്ത് ചെയ്യണം? നമ്മൾ ഇരുന്ന് ജപിച്ചാൽ മതി, കുട്ടി തന്നെ അടുത്തേക്ക് വരും. നമ്മൾ ഇരുന്ന് ജപിക്കുന്നുണ്ടെങ്കിൽ സാവധാനം 4, 5, 6, 10, 12 ദിവസം കഴിയുമ്പോൾ കുട്ടി അടുത്തേക്ക് വരും. അല്ലാതെ നീ പോയി ജപിക്കടാ, ഞാൻ കുറച്ചു നേരം TV കാണട്ടെ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇന്ന് സനാതന ധർമ്മ അഭിമാനികളുടെ വിശ്വാസികൾക്കിടയിൽ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എന്താണ് സമൂഹത്തിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് സ്വന്തം ജീവിതത്തിൽ ആചരിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം. ആധ്യാത്മിക മേഖലയിലേക്ക് വന്നാലൊരു ഗുണമാണ്. നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. വിവേകാനന്ദ സ്വാമി ഒരു ആദർശമില്ലാത്തവൻ 1000 തെറ്റ് ചെയ്യുമ്പോൾ ആദർശമുള്ളവൻ 100 തെറ്റുകളെ ചെയ്യുള്ളൂ. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ജീവിതത്തിൽ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. തെറ്റുകൾ അറിഞ്ഞ് തിരുത്തും. ജീവിതത്തിലൊരു പന്ഥാവുണ്ടാവും, ഒരു നേർക്കാഴ്ചയുണ്ടാവും. ഇത് കൊടുക്കുന്നത് ആധ്യാത്മികത മാത്രമേ ഉള്ളൂ, വേറെ ഏത് ലോകത്ത് പോയാലും കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജീവിതം മുഴുവൻ എടുത്ത് പഠിച്ചാൽ, ഇത് ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, ചട്ടമ്പി സ്വാമികളായിക്കോട്ടെ, അങ്ങനെ എല്ലാവരും ജീവിതം നമ്മളൊന്ന് എടുത്ത് പഠിച്ചു നോക്കൂ. ഗാന്ധിജി എടുത്ത് പഠിച്ചു നോക്കൂ. ഇവരൊക്കെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആധ്യാത്മികതയിൽ നിന്നുകൊണ്ടാണ്, കേവലം ഭൗതികതയിൽ നിന്നുകൊണ്ടല്ല. ആധ്യാത്മികതയിലൂടെ മാത്രമേ ലോകത്തിലെ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ പറ്റൂ. എവിടെ കറങ്ങി തിരിഞ്ഞാൽ അവസാനം എത്തുന്നിടത്തേക്ക് കുറെ കാലം നമ്മളിങ്ങനെ പോകും. പക്ഷേ എവിടെ തിരിഞ്ഞാലും അവസാനം സ്വയിലേക്ക്, സ്വന്തം അവനവന്റെ ഉള്ളിലേക്ക് തന്നെ എത്താം. അതുകൊണ്ട് ഒന്നാമതാണെന്നെങ്കിൽ കുറച്ചുകൂടി ഇടണം. പലപ്പോഴും കണ്ടുപഠിക്കാൻ വ്യക്തിത്വങ്ങൾ ഇല്ലാത്തതാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രശ്നം. കണ്ടുപഠിക്കാൻ പറ്റിയ